ഇതാണ് നമ്മുടെ നാട്. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. ഇത് കണ്ടോ, അതെന്തോ പഴയ വീടോ മറ്റോ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കടയായിരിക്കും. അവിടെ ഒന്നും ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പുഴ കാണാം. ഓക്കെ, ദേ പോണ വഴി കണ്ടോ, ഇങ്ങനെയുള്ള വഴി കൂടെ വേണം പോവാൻ. നിറയെ പുല്ല. ഈ വഴിയിലൂടെ ഒന്നും ഇപ്പോൾ അധികം ആൾക്കാരൊന്നും പോവാറില്ല. അതുകൊണ്ട കണ്ടോ, ദാ നമ്മളെത്തി. ഓ കണ്ടോ കണ്ടോ, ഇവിടെ ഇപ്പോൾ ആരൊക്കെയോ മീൻ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അതാ ഇവിടെയൊക്കെ ചളി. കണ്ടോ, ഇത് തോട്ടടയാണ് കേട്ടോ സ്ഥലം. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് റിസോർട്ടുണ്ട്. കുറേ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. അടിപൊളിയല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രോപ്പർട്ടി ഫുൾ കാടാ. അതാ ആ ഒരു ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ കല്ല് കണ്ടില്ലേ, ആ കല്ലിൻ്റെ ഇപ്പുറത്തു നിന്ന് ഇതെങ്ങനെ വന്ന് അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പ് വരെയുള്ളത് നമ്മളെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ പ്രോപ്പർട്ടിയിൽ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടിപൊളിയല്ലേ ഇപ്പോൾ നമ്മളെ നാട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കടൽ, അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മോൻ്റെ വിചാരം ഒരു വടി ഇട്ട് കൊടുത്താൽ അതിനകത്ത് മീൻ കൊത്തുന്നതാണ്. അപ്പോൾ അവനൊരു വടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വടിയുള്ള മീനിനെടുക്കാൻ പോകുന്ന കിട്ടിയാ? ഓ കരിമീൻ. അപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇത് പണ്ടത്തെ കടയല്ല, ഇത് പണ്ടത്തെ കള്ള് ഷാപ്പാന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. ഇപ്പം പക്ഷേ കള്ളൊന്നുമില്ല. ഇവിടെ അല്ലൊരു കള്ളി ഷാപ്പ്. അപ്പോൾ നല്ല വൈബായിരിക്കും അല്ലേ. അവിടെ കള്ളി ഷാപ്പ്, അവിടെ പുഴ. നിങ്ങളല്ലേ കള്ളു കുടിക്കാൻ പോക്കുണ്ട് അവിടെ? നമ്മൾ പോക്കുണ്ട്. വേറെ തന്നെ ഒരു വൈബാണ്. അതായത് രാത്രി നല്ല പൂർണ്ണചന്ദ്രനിലുള്ള സമയമില്ലേ, ആ സമയത്ത് നമുക്കിപ്പോൾ എല്ലാവരും കട്ട തരാത്ത, കട്ട എന്ന് പറഞ്ഞാൽ കള്ളിന് എല്ലാവരും പൈസ തരാത്ത നമ്മൾ മുങ്ങും നാട്ടിൽ നിന്ന് മെയിൻ ഏരിയ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് അടിക്കുക. അന്നേരം ഒരു വൈബ് എന്നാ പറഞ്ഞാൽ രാത്രി ചന്ദ്രൻ പൂർണ്ണചന്ദ്രനിലാങ്കില്ലേ, നല്ല നിലാവുള്ള ദിവസം ഇടയ്ക്ക് പുഴയിൽ ചന്ദ്രൻ ഇങ്ങനെ തട്ടുന്നുണ്ടാവും, അതിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളും. അത് വല്ലാത്തൊരു ഫീലാ. നമുക്ക് ഒരു കുപ്പി കല്ല് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലോ? കള്ള് ഷാപ്പില്ലല്ലോ ദിവസം, നമുക്ക് വരാം. ഓക്കെ, ഇത് റിസോർട്ടാ? അപ്പോൾ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പുഴ. ആ പുഴേൻ്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു റിസോർട്ടുണ്ട്. ഞാൻ റിസോർട്ട് കാണിക്കാം. ഇതാണ് റിസോർട്ട്. പണ്ടത്തെ വീട് റിസോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്തതാന്ന് തോന്നുന്നു. നല്ല കാറ്റുമുണ്ട്, നമുക്ക് ഊഞ്ഞാലാടാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പെല്ലാം ഉണ്ട് ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള പാലം, വളരെ ചെറിയൊരു പാലം. അതാ അവിടെ കാണുന്ന അതൊക്കെ റിസോർട്ടാണ്. എവിടെയുണ്ട് റിസോർട്ട്. പിന്നെ ഇതാ തനു, ഇങ്ങനൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇല്ലേ നമ്മളെ മൂഡ് തന്നെ ആകെ മാറും. ഇന്ന് പൊതുവെ ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ളൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മൈൻഡെല്ലാം വല്ലാണ്ട് ഫ്രീ ആയി. ഇതൊക്കെ റിസോർട്ടാണ് കണ്ടോ. ഇവിടെ ഏകദേശം നമ്മളെ പുഴ എൻഡാവും. ആ കുട്ടികളെല്ലാം കുളിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ ഏകദേശം പുഴ എൻഡാവും. എന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ കടൽ കാണുന്നത്. അപ്പോൾ അവിടെ വലയിടുന്നുണ്ട് ആൾക്കാർ. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ മീനിനെ കാണിക്കാം. എന്തൊരു വലിപ്പല്ലേ. അവിടെ കണ്ടോ, അവിടെ നമ്മുടെ പുഴ എൻഡാവും. തൊട്ടപ്പുറത്ത് കടലാണ്. അപ്പോൾ
പുഴയിൽ വെള്ളം നിറയുന്ന സമയത്ത് അവിടുത്തെ മണ്ണ് JCB കൊണ്ട് നീക്കിയിട്ട് എല്ലാ വെള്ളവും കടലിലേക്ക് കളയും. അമ്മച്ചിരി മറ്റേ വരുന്ന അപ്പോൾ ഇത് എനിക്ക് ആ ഒരു പച്ചപ്പിൽ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കൂടെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാ. ഈ മതിലുണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറം കടല. അപ്പോൾ അത് വേറെ ദിവസം കാണിക്കാം, ഇന്ന് സമയമില്ല. നാട്ടുമ്പുറാണ്. അപ്പോൾ വഴിയെല്ലാം ഇങ്ങനെ ഉണ്ടാവുക, ചെറിയ വഴി. പക്ഷെ ഇതിലോട്ടൊക്കെ പോകുമ്പോണ്ടല്ലോ കാറ്റുണ്ടോ നിങ്ങൾ? ഏതാ കാറ്റ് എന്നറിയാം. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാം? ഇത് ഭയങ്കര ഔഷധം മതിയൊക്കെ ഉള്ളൊരു സാധനമാണെന്നാണ് പറയുന്നത്. ഇതാണേ അമ്മമ്മേൻ്റെ വീട്. ആയിരിക്കുന്നത് അമ്മമ്മയും എൻ്റെ മോനും. അപ്പം അമ്മമ്മേനൊക്കെ കുറേ പരിചയപ്പെടാനുണ്ട്. അത് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടാം.